കണ്ണൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ 200-ലധികം കുടുംബങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ക്രൂരതയിലേക്കാണിനി. 4ാം ഘട്ട റൺവേ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുക്കുന്ന 210 കുടുംബങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലാണ്. ഭൂമി വിൽക്കാൻ പോലും സാധിക്കാത്തതിനാൽ മിക്ക കുടുംബങ്ങളും കടക്കണിയിലാണ്. ഇതാണ് ലേഖ. ജീവിതം വഴിമുട്ടിയ നൂറുകണക്കിനു പേരിൽ ഒരാൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ മതിലിൻ്റെ തൊട്ട് പിറകുവശത്താണ്. കാരണം അതിന് തൊട്ടപ്പുറമാണ് നമ്മുടെ വീട്. പക്ഷെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതുമില്ല, മൊത്തം കാട് മൂടിക്കിടക്കലാണ്. അപ്പോൾ ആ കാടിലേക്ക് കൂടി നമുക്ക് ഒരു കാരണവശാലും വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമല്ല, അവിടെ വീട്ടിൻ്റെ വെറും അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. അതായത് കാറ്റത്ത് മരത്തിൽ നിന്ന് ചപ്പ് പാറി വീണ പോലെ കുറേ തകർന്നടിഞ്ഞ ഓടും കുറച്ച് കല്ലുകളല്ലാണ്ട് വേറെ അവിടെ ഒന്നും കാണാനില്ല. കാരണം നമ്മൾ മുഖ്യമന്ത്രിൻ്റെ വീട്ടിലേക്ക് പോയി, പിന്നെ ഇ.പി. ജയരാജ സാറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, സുധാകരൻ എം.പിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, പഞ്ചായത്തുകാരെ നമ്മൾ കണ്ടു, ശൈലജ ടീച്ചറടുക്ക് നമ്മൾ പോയി. പക്ഷെ ചിലവരടുക്ക് പോയാലും, ഇപ്പം നമ്മൾ ശൈലജ ടീച്ചറടുക്കെല്ലാം പോയാലും ആദ്യം പറഞ്ഞു ഞാൻ ശ്രമിക്കാം, ഞാനൊരു MLA ആണ്. അവസാനം ടീച്ചർ എന്നോട് പറഞ്ഞു ഞാനൊരു MLA ആണ്, എനിക്കൊരു പരിധിയുണ്ട്, അതിനപ്പുറം എനിക്ക് വിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത്ര കാലമായിട്ട് നമുക്ക് ഒരു 10 മാസം കിയാൽ വാടക തന്നു, പിന്നെ ഒരു 6 മാസം കിൻഫ്ര വാടക തന്നു, പിന്നെ വാടകയും ഇല്ല, ഒന്നുമില്ല, എല്ലാം തകർന്നടിഞ്ഞു. എട്ടു വർഷമായി കീഴല്ലൂർ വില്ലേജിലെ 200-ലധികം കുടുംബങ്ങൾ ഈ അവസ്ഥയിലാണ്. വിമാനത്താവളത്തിനായി വിജ്ഞാപനം ചെയ്തതിനാൽ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ചികിത്സാവശ്യത്തിന് പോലും സ്വന്തം ഭൂമി ഉപയോഗിക്കാനാകാതെ ദുരിതത്തിലാണ് നാട്ടുകാർ. ജീവിച്ചു പോകുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവർക്ക് കാലിന് ഒരു നടക്കാൻ ശരിയല്ല. എന്നാലും അവരെന്തെങ്കിലും എല്ലാം ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഞാൻ അംഗൻവാടി വർക്കറും കൂടിയാണ്. ആ വരുമാനം കൊണ്ട് മക്കളെ ഒരു മോൻ പഠിക്കുന്നുണ്ട്, മറ്റേ മോള് ഡിഗ്രി കഴിഞ്ഞപ്പോഴും പറഞ്ഞു രണ്ടാളെയും കൂടി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് മോള് പഠിപ്പ് നിർത്തി. ഇപ്പം വിവാഹപ്രായമായി. നമുക്ക് ഒരു നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോക്കായിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, കൃഷി പോലും ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇത് പ്രശ്നം തീർക്കണമെന്നുണ്ട്, പക്ഷേ ഫണ്ട് എങ്ങനെ കണ്ടെത്തും? അതാണ് ഒരു പ്രശ്നം. വേറെ രീതിയിലുള്ള തടസ്സങ്ങളോ പൊളിറ്റിക്കലി ഉള്ള തടസ്സങ്ങളോ ഒന്നുമില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നുവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ ഇതിനാവശ്യമായ 1000-ലധികം കോടി രൂപ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാരിന് വകയിരുത്താനാകാത്തതാണ് യഥാർത്ഥ തടസ്സം. പ്രശ്നപരിഹാരം ഇനിയും ഉണ്ടായില്ലെങ്കിൽ മറ്റു വഴികളില്ലാതെ ജനങ്ങൾ തെരുവിലിറങ്ങും. പണിതൊരുക്കിയ വിമാനത്താവളത്തിന് ചുറ്റും നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിത ജീവിതം നയിക്കുകയാണ്. അതിന് മുന്നിൽ കണ്ണടച്ച് ഒരു സർക്കാരിനും അധികകാലം മുന്നോട്ടു പോകാനാവില്ല. അവർക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം നൽകണം, ഇല്ലെങ്കിൽ അവരുടെ ഭൂമി തിരികെ കൊടുക്കണം. മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.